നമസ്കാരം. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ജാസ്മിൻ ജാഫർ ഓൺ ഫയർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് തുടക്കം തന്നെ ക്യാപ്റ്റൻസി അങ്ങോട്ട് ഇട്ടിരിക്കണം. ക്യാപ്റ്റൻസി മത്സരം കൊണ്ട് ഇട്ടിരിക്കണം. ടാസ്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമേ അങ്ങോട്ട് ക്യാപ്റ്റൻസി ആരാണെന്ന് ജയിച്ചതിന് ശേഷം ആ പവറുള്ള റൂമിൽ ആർക്കാണ് അധികാരം, 4 റൂമുകളുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെ കയറി എന്നുള്ളതൊക്കെ പറയാം. പക്ഷേ നമ്മൾ ആ പ്രൊമോ കാണിച്ചതിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയണം. അതായത് നമുക്ക് പൊതുവെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ആദ്യം വരുന്നു ഈ ബിഗ് ബോസ് തന്നെ അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി തീരുമാനിച്ച ഒരു ക്യാപ്റ്റനെ കൊണ്ട് വെച്ചിരുന്ന ഒരാഴ്ച ശോകമായിരിക്കും. അങ്ങനെയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. ഇപ്പോ ഒന്നും മാറ്റി പിടിച്ചുകൊണ്ടെന്നാണ് തുടക്കം തന്നെ ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുകയാണ്. അവരാര് ജയിച്ചു എന്നൊന്നും അറിയത്തില്ല. അവിടെ ജാസ്മിൻ പവറായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും തുടക്കം തന്നെ ഒരു ഓളമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എടുത്ത് പറയട്ടെ, ഒന്നൊന്നര വീടിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഈ 5 സീസണുകൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെ 4 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ബെഡ്റൂമുകളുടെ പേര് പറഞ്ഞത് നെസ്റ്റ് റൂം, പിന്നീട് ടൺ റൂം, പിന്നീട് എന്താണ് ഡെൻ റൂം, പിന്നെ ഒരു പവർ റൂമിലുള്ളവർക്കാണ് പവർ. ഈ ക്യാപ്റ്റനൊക്കെ ഈ പവർ റൂമിലായിരിക്കും. ഈ പവർ റൂമിനകത്താണ് ആ ക്യാപ്റ്റൻ ഉറങ്ങാനുള്ള സ്ഥലമൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ അവര് നിശ്ചയിക്കും ബാക്കിയുള്ളവർ കുടുസായിട്ടുള്ള റൂമുകളാണ്. ഈ പവർ റൂമിലുള്ളവർക്കാണ് പവർ, പ്രത്യേകിച്ച് ക്യാപ്റ്റന്. ഇപ്പൊ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നു. അതിന് ജയിക്കുന്ന അവൻ തീരുമാനിക്കും ആരൊക്കെ പവർ റൂമിൽ വരണമെന്നുള്ളത്. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു, ഈ പറയുന്ന 2ാം കിടയിലുള്ള റൂമിലേക്ക് പോകും. അതാണ് ഇവിടുത്തെ സംഭവം. അപ്പൊ എന്തായാലും തുടക്കം ഗംഭീരമായി. നമ്മൾ പിന്നെ പ്രഡിഷൻ ലിസ്റ്റിൽ പറഞ്ഞ ഏതാണ്ട് ഓൾമോസ്റ്റ് 99% വന്നു. നമ്മൾ പറഞ്ഞ 2 പേര്, ഈ പറഞ്ഞ പൂജ കൃഷ്ണയും ജസീല പ്രവീണിന്റെ കേസിൽ ഞാൻ പണ്ടേ ഒരു സംശയം വന്നിട്ട് പൂജ കൃഷ്ണ കൺഫേം ആണെന്ന് അറിഞ്ഞ ചിലപ്പോ വൈൽഡ് കാർഡായിട്ടായിരിക്കും കയറുന്നത് എന്നുള്ളതാണ്. എങ്കിലും നമുക്കൊന്ന് ഓട്ടിച്ച് ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ആരൊക്കെയാണ് കയറിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അവരുടെ ഒരു നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അൻഷിബ ഹസൻ നമുക്കറിയാമല്ലോ. അതിന് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഇതിലുള്ള നമ്മുടെ പിന്നീട് ദൃശ്യം 2-ലുള്ള നടി, ദൃശ്യം 1-ലും 2-ലൊക്കെ ഉണ്ടാകുന്ന നടിയാണ് അൻഷിബ ഹസൻ. പിന്നെ ജിൻഡോ ബോഡിഗ്രാഫ്റ്റ് ഒരു കള്ളത്തരമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കണ്ട് തന്നെ അറിയണം എന്തുമാത്രം ഫയർ ആവുമെന്ന്. എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്ര ഒരു ഇംപ്രസീവ് അല്ല ജിൻഡോയുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി പറയുന്നത്. യമുന റാണി അറിയില്ല, ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഏജ്ഡ് ആയ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ ആ ഒരു റോളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് യമുന റാണി. മുടിയനും ഈ പറയുന്ന കുറച്ച് കണ്ടന്റ് ഒക്കെ തരും. പക്ഷേ ടോപ്പ് 5-ലേക്ക് പോകുന്ന വെച്ചാൽ എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത് ഫസ്റ്റ് നമ്മളിപ്പോ തുടക്കം കണ്ടല്ലോ, നമ്മൾ വിലയിരുത്തൽ മാത്രം. ഇതൊക്കെ നമുക്ക് മാറി മറിഞ്ഞു വയ്ക്കാം. മനസ്സിലായല്ലോ. ജാസ്മിൻ ജാഫർ അറിയാലോ, ഈ ഫസ്റ്റ് ഡേ തന്നെ ഫയർ ആയിട്ട് കൊണ്ട് നമ്മളൊക്കെ ബാക്കി കളിച്ചവരൊക്കെ പിന്നെ എന്താണ് കണ്ണുവട്ടന്മാരോ മണ്ടന്മാരാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ജാസ്മിൻ ഫയർ ആയിട്ട് വരും. കാരണം നമുക്കറിയാമല്ലോ, നല്ല സംസാരിക്കാൻ അറിയാനും ഈ പറയുന്ന നല്ല കട്ടയ്ക്ക് മറുപടി പറയാനും കഴിയുമെന്നുള്ള ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാഫർ. ഒരുപാട് ദൂരം പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതേപോലെ എടുത്ത് പറയുന്ന ഷിജുവും സൂപ്പറായിട്ട് തന്നെയാണ് അതിനകത്ത് വന്നുള്ള എൻട്രി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഷിജുവും എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തുന്നത് ഷിജു ഒരു നല്ല രീതിയിൽ ഒരു കണ്ടസ്റ്റന്റ് ടോപ്പ് 5-ൽ വേണമെങ്കിൽ കപ്പടിക്കാൻ അവരെ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റാണ്. ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നത് ഷിജു ജോണിനെ നിങ്ങൾ ആരെ എഴുതിത്തുള്ളത് ഫയറായി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത പിന്നെ സീതു കൃഷ്ണ, പിന്നെ ജാൻമണി ദാസ് ട്രാൻസ്ജെൻഡറിലുള്ള, പിന്നീട് നമ്മൾ സംശയം പ്രകടിപ്പിച്ച രതീഷ്, മറ്റേ ഉണ്ടാന്ന് പറഞ്ഞ രതീഷ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു, വന്നിട്ടുണ്ട്. കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. കണ്ടറിയാം. എന്തായാലും അവിടെ വന്നിട്ട് ആ വീടിനകത്ത് വന്നൊരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. ഓവർ കോൺഫിഡൻസ് ആണോ എന്നുള്ളത് കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഇനി കണ്ടു തന്നെ അറിയാം. ഇപ്പോഴുള്ള സംഭവം കൊണ്ടൊന്നും നമ്മളൊന്നും വിലയിരുത്തണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന ഓവർ കോൺഫിഡൻസ് ആയിട്ടല്ല ഇങ്ങനെയൊക്കെ ഭയങ്കര ഓവറായിട്ട് കാണിക്കുന്നവരൊക്കെ ചിലപ്പോൾ മങ്ങി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ശ്രീലേഖ നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ശ്രീലേഖ. ഭയങ്കര ബോൾഡാണ്. ഇങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല. ലാലേട്ടന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നോക്ക, ഒരു വശ്യതയോടുള്ള നോട്ടം കണ്ടാ ആ നോട്ടമൊക്കെ ഒന്നും പറയില്ല. അപ്പൊ ഓട്ടെ. അപ്പൊ ശ്രീലേഖ എന്ത് ചെയ്യണം, വളരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനുള്ള കണ്ടസ്റ്റന്റ് ആണ്. നല്ല ഒരു കണ്ടന്റ് തരികയും നല്ല കാലിബറുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ വന്നിട്ട് ആഷി റോക്കി നമുക്ക് കണ്ടു തന്നെ അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും പയ്യന്മാരെല്ലാം ചുള്ളന്മാരാണ്. വന്ന എല്ലാവരും ചുള്ളന്മാരാണ്. ചുള്ളന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമല്ല ഇവിടെ ഒരു ലവ് ട്രാക്ക് ഉള്ള പോസിബിലിറ്റി 100% ലവ് ട്രാക്കിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ചുള്ളന്മാരുണ്ട്. പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ലേഡീസുകൾ കണ്ടറിയണം. നോക്കാം. പിന്നെ ഗബ്രി ജോസും അറിയില്ല. കാണാനും എടുക്കാനും എല്ലാം സൂപ്പറായിരുന്നു. ഇനി കണ്ടന്റ് എങ്ങനെ തരുമെന്ന് അറിയില്ല. കാണുമ്പോൾ ഒരു പാവം പോലെ ഇരിക്കുന്നു. കണ്ടന്റുകൾ വരുമെന്ന്
പ്രതീക്ഷിക്കുന്നത്. പിന്നെ നൂറ മുസ്കാനും ഈ പറഞ്ഞതുപോലെ കുഴപ്പമൊന്നുമില്ല. വന്നപ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അത്ര ബെറ്റർ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് അർജുൻ ശ്യാം കൊള്ളാം, സൂപ്പർ ആയിരുന്നു. അർജുൻ ശ്യാം എന്ന് പറയുന്ന ഈ പറയുന്ന പിന്നെ എനിക്ക് തോന്നുന്നത് പൊക്കമുള്ള ആ ചെറുക്കനാണ്. ഇതെന്തായാലും വരാം. അപ്പൊ അതും ആ പയ്യനും എന്താണ് കുറെ ബോഡിയൊക്കെ ഉണ്ട്. അത് ബോഡിയൊക്കെ കുറച്ചുകൊണ്ട് വന്ന അർജുൻ ശ്യാം കുഴപ്പമില്ല, തിരക്കേടില്ല, ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നീട് പറഞ്ഞ സുരേഷ് എന്ന് പറഞ്ഞ ഭ്രമരം സിനിമയില് ഈ പറഞ്ഞ മോഹൻലാലിന്റെ കൂട്ടത്തിൽ അഭിനയിച്ച സുരേഷ്, അതൊരു ഏജ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു കക്ഷിയാണ്. പിന്നെ ശരണ്യ ആനന്ദ്, നമുക്ക് എല്ലാവർക്കും പറയാം കണ്ടന്റുകൾ എന്തായാലും ഉണ്ടാവും. പിന്നെ 2 കോമണേഴ്സ് റസ്മിൻ ബായും നിഷാൻ, ഇവർ രണ്ട് എന്ത് ചെയ്തു, ആദ്യം എന്ത് ചെയ്തു, ഇവരെ കൊണ്ട് ഒരു കൺവെൻഷൻ റൂം അല്ല ഒരു റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഈ കയറി വരുന്നവരെല്ലാവരെയും പഠിച്ചിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും എടുത്ത് പറയാനുള്ള വീടിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയണം. വീടെന്ന് പറഞ്ഞാൽ 1.5 ലുക്കുള്ള ഒരു വീടായിരുന്നു. കിടിലം റൂം, ബെഡ്റൂം ആയിക്കോട്ടെ, അത് കൺഫെഷൻ റൂം ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഫോട്ടോസ് കണ്ടപ്പോൾ നമുക്കറിയാം കിടിലാണ്. പക്ഷെ നേരിട്ട് കാണും, അതായത് ടി വി കൂടി അതിന്റെ ലൈവായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് തോന്നി എന്നുള്ളത്. കണ്ടസ്റ്റന്റുകളെല്ലാം ഒന്നും മോശമായിട്ടുള്ള കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നില്ല. നല്ല രീതിയിലാണ് അവരെ കണ്ടസ്റ്റന്റുകളെ തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ളതിൽ പക്ഷെ നമ്മൾ പറഞ്ഞ പലരിലും ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് കണ്ടു തന്നെ അറിയാം, അതിനകത്ത് പോയി കണ്ടു തന്നെ. എന്തായാലും തുടക്കം തന്നെ അവരൊരു ഫയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 4 റൂമിന്റെ കൺസെപ്റ്റ് മുഖ്യമായ വാശി. ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാവാനും ഒരു ചേരിതിരിവ് ഉണ്ടാവാനും 4 ഭാഗമായിട്ട് പിന്നെ പാട്ടായിട്ട് മാറാനും അടികൾ തുടങ്ങാനും അടി ഉണ്ടാവും. ഓൾറെഡി ഫസ്റ്റ് ഡേ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അതെല്ലാം സൂപ്പറായി തന്നെ വരാനാണ് ചാൻസ്. എന്തായാലും ലൈവ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കണ്ടന്റുകളുടെ ചാകരയാണ്. വീഡിയോസ് എത്ര ഏറ്റാലും തീരത്തില്ല, അത്രയ്ക്കുള്ള കണ്ടന്റുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.